എന്താണ് വൺ മാൻ സ്റ്റേജ് സിനിമയെന്ന്. സാധാരണ സിനിമയിൽ ഒരു താരം ഒരു കഥാപാത്രമായി മാറാൻ മേക്കപ്പിന് മണിക്കൂറുകളോളം വേണ്ടിവരും. 2-3 മേക്കപ്പ് വിദഗ്ധന്മാരുടെയും വസ്ത്രാലങ്കാര വിദഗ്ധരുടെയും സഹായത്തോടെയാണ് സിനിമാ താരങ്ങൾ സിനിമയിൽ ഒരു കഥാപാത്രമായി മാറുന്നത്. എന്നാൽ ഞാനിവിടെ ആരുടെയും സഹായമില്ലാതെ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ കുറെ താരങ്ങൾ അവതരിപ്പിച്ച കുറെ കഥാപാത്രങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്. നിങ്ങളുടെ നല്ല പ്രോത്സാഹനം വേണം. നല്ല പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു കഥാപാത്രമായി മാറുവാനുള്ള വേഗത ലഭിക്കൂ. അപ്പോൾ എൻ്റെ വൺ മാൻ സ്റ്റേജ് സിനിമ തുടങ്ങുന്നത് കുറെ പഴയ കാലഘട്ടത്തിലൂടെയാണ്. പഴയ കുറെ താരങ്ങളുടെ അതിലൂടെ തുടങ്ങി ഇപ്പോഴത്തെ താരങ്ങളിലേക്ക് എത്തുന്ന ഒരു അടിപൊളി വൺ മാൻ സ്റ്റേജ് സിനിമയാണ്. അപ്പോ ആദ്യം നല്ലൊരു കൈയടി പ്ലീസ്, ഒരു എനർജിക്ക് വേണ്ടി. ഓക്കെ, താങ്ക് യു. അപ്പോ നിങ്ങൾക്ക് ഏവർക്കും വൺ മാൻ സ്റ്റേജ് സിനിമയിലേക്ക് ഹാർദവമായ സ്വാഗതം. താരങ്ങളും അവരുടെ സംഭാഷണവും പ്രണയരംഗങ്ങളും മലയാളിക്ക് എത്ര കണ്ടാലും കേട്ടാലും മതിവരില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോളേജ് അടച്ചതുകൊണ്ട് നമ്മൾ അകലുകയിൽ കൂടുതൽ അടുക്കുകയാണ്. മാലതിക്ക് എന്നെ ഇപ്പോഴും വിശ്വാസമില്ല. എന്നേക്കാൾ കൂടുതലായി ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു. മിടുക്കി. ഇളവന്നൂർ മഠത്തിലെ ഇണച്ചെറിയുണ്ടോ? ജാതിയും മതവും നോക്കിയല്ല തച്ചുള്ളി ഉദയനന്റെ ചങ്ങാതിക്കൂർ, മനുഷ്യനെ നോക്കിയാണ്. ഇന്ദ്രനീല പ്രണയനായകന്മാരെ കൊണ്ട് മലയാള സിനിമ അന്നും ഇന്നും സമ്പന്നമാണ്. 1980 കാലഘട്ടങ്ങളിൽ കോളേജ് ക്യാമ്പസുകളെ ഇളക്കി മറിച്ച ചോക്ലേറ്റ് നായകൻ രവികുമാർ. സ്വരം മൗനത്തെ തൊട്ടുനിർത്തുന്ന മായാജാലമാണ് പ്രണയം. 1980 കാലഘട്ടങ്ങളിൽ സ്ത്രീ ഹൃദയങ്ങളിൽ ഒരു മയിൽപ്പീലി പോലെ സൂക്ഷിച്ച മറ്റൊരു പ്രണയ നായകൻ ജോസ്. സംഗീതമേ കരുത്തിന്റെ പ്രതീകം. എതിർപ്പ് എനിക്കൊരു വെല്ലുവിളിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ. കുട്ടികളുടെ കളിപ്പാട്ടമല്ല, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും. പ്രിയമുള്ളവരെ, ഞാൻ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഒരു മോർഫിംഗ് ഐറ്റമാണ്. ജയന്റെ ഫിഗറിൽ നിന്നുകൊണ്ട് ഞാൻ ഉമ്മറായി മാറുന്ന ഒരു മോർഫിംഗ് ഐറ്റമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ജയന്റെ ഗ്ലാസ് ഊരുമ്പോൾ ഞാൻ ഉമ്മറായി മാറും. ഉമ്മറായി മാറുകയാണെങ്കിൽ നിങ്ങളുടെ നല്ല പ്രോത്സാഹനം ഉണ്ടാകണം. മഹേശ്വരി, വാതിൽ തുറക്കാൻ, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി തുറക്കും. മലയാളികൾക്ക് എത്ര കണ്ടാലും മതിവരാത്ത കുറേ സംഭവങ്ങളുണ്ട്. തൃശൂർ പൂരം, ആന, ആകാശം, കടൽ, മഴ. എന്നാൽ മലയാളികൾ എത്ര കണ്ടാലും മതിവരാത്ത രണ്ട് മുഖങ്ങളേത് എന്ന് ചോദിച്ചാൽ മലയാളികൾ അഭിമാനത്തോടെ പറയും ലാലേട്ടനും മമ്മൂക്കയും. ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്.
1980 നാട്യശാസ്ത്രത്തിലെ നടന ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു മഹാനടൻ മലയാള സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്തു. ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് പേര് മോഹൻലാൽ എന്നാണ്. പഴയകാല മോഹൻലാൽ. ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളഭ കുങ്കുമം കണ്ടു ഞാൻ മധുര മധുര ഒരു നിറപൊലി നുകർന്നു തൊഴുകൈ കൂപ്പിയുണരും. Good evening, Mrs. Pratha Narendran. Okay. Hello, Prem Krishna. I am Narendran. And this is Mrs. Pratha Narendran. തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളഭ കുങ്കുമം കണ്ടു ഞാൻ. മലയാള സിനിമയുടെ താരസിംഹാസനത്തിലേക്ക് ആരുടെയും കൈപിടിക്കാതെ അദ്ദേഹം നടന്നു കയറി. പ്രതിഭാധനന്മാരായ സംവിധായകർ, എഴുത്തുകാർ എല്ലാവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. I am Vincent Gomez. My phone number is 2255. വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ. ശരി എങ്കിലേ എന്നോട് പറ. ചിരിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ലാലേട്ടന്റെ സിനിമാ ജീവിതത്തിലെ ഇപ്പോഴും നമ്മെ കോരിത്തരിപ്പിക്കുന്ന ആ കഥാപാത്രം സ്ഫടികം എന്ന ചിത്രത്തിലെ ആട് തോമ. എന്റെ പെങ്ങളെ കയറ്റി പിടിക്കണം. നിന്റെ പുത്തൻ റേവൻ ഗ്ലാസ് ഇത് ചവിട്ടിപ്പൊട്ടിച്ച നിന്റെ കാര്യം. ഈ പൂട്ടിന്റെ മുകളിൽ നീ നിന്റെ പൂട്ടിട്ട് പൂട്ടിയാ നിന്നെ ഞാൻ പൂട്ടും. ഒടുക്കത്തെ പൂട്ട്. അതിമാനുഷികത്വം നിറഞ്ഞ നിരവധി കഥാപാത്രങ്ങൾ ലാലേട്ടൻ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ലഫ്റ്റനന്റ് കേണൽ കാർഗിലിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാരെ പ്രണമിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നിലെത്തുന്നു പത്മശ്രീ ഭരത് ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ മോഹൻലാൽ. പട്ടാളക്കാർ ഈ കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തു. മരണഭയമല്ല തോന്നുന്നത്, തിരിച്ചടിക്കാനുള്ള ആത്മവീര്യവും ലക്ഷ്യം പിടിച്ചെടുക്കാനുള്ള ആവേശവുമാണ്. അതിനിടയിലാണ് നമ്മുടെ അവസാനമെങ്കിൽ സൈനിക വ്യൂകളിൽ നിന്ന് ആലപിക്കുന്ന ലാസ്റ്റ് പോസ്റ്റും ഗൺ സല്യൂട്ടും ഏറ്റുവാങ്ങി ഈ നാടിനോട് വിട പറയുന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നു. ഇതിൽ ആദ്യം മരിച്ചത് ആരാണെന്നറിയില്ല. പക്ഷെ ഇതുപോലെ മരിച്ചു വീഴുന്നവർ പകർന്നു തരുന്ന ആത്മവീര്യവും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയും കൂടി ഉള്ളപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര യോദ്ധാക്കൾക്ക് വേണ്ടി ഒരു ഇന്ത്യൻ എന്ന നിലയിൽ ഒരിറ്റ് കണ്ണീർ, ഒരു ആശ്വാസത്തിനെങ്കിലും let us shed one drop of tear for the soldiers who laid there today for our tomorrow. Jai Hind. Jai Hind. നിങ്ങൾ നൽകുന്ന ഈ സ്നേഹം, ഈ ആരാധന, ഇത് തന്നെയാണ് മലയാള സിനിമയെയും താരങ്ങളെയും ഇന്നും നിലനിർത്തുന്നത്. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ പ്രചോദനവും നിങ്ങൾ തന്നെ, നിങ്ങൾ ഓരോരുത്തരും.